അല്ലല്ലല്ല, ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള സാന്ത്വന ചികിത്സയാണ്. DGPയുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ ആരോഗ്യവകുപ്പ് ചെയ്യുന്നതാ. ഇല്ല, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും തീരും. എന്നിട്ട് നേരിട്ട് കാണാം. ശരി. എന്താ? ഇതെന്റെ ഭർത്താവ് ലോലിതൻ. പറയൂ മിസ്റ്റർ ലോലിതൻ, എന്താണ് പ്രശ്നം? സാർ, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. അതെനിക്ക് മനസ്സിലായി. കാരണം പറയൂ. സാർ, ഒരു ദിവസം ഇങ്ങോട്ട് നീ എങ്ങോട്ടാ പുറകോട്ട് വലിക്കണത്? എന്താടോ ഇത്? എന്താണ് സാറേ, ഇത് മാല പൊട്ടിച്ച കേസാണ്. ഇയാളോ? ഇയാള് മാലയൊന്നും പൊട്ടിക്കാൻ സാധ്യതയില്ല. സാർ അറിയോ? അറിയോന്നോ? ഇയാളൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധുവില്ലേ ഈ സ്റ്റേഷനിൽ? എന്താ കാര്യം? സാറേ, മാല റോഡിൽ നിന്നപ്പോ മാല പൊട്ടിച്ചോണ്ട് ഓടി. തേങ്ങടെ വന്നേ. തൊണ്ടി എവിടെയെന്ന്? തൊണ്ടി തരും. ഇതാണ് തൊണ്ടി. ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ നല്ല പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടേ റൂട്ടിൽ നടക്കുന്ന ഇതുപോലത്തെ നിരപരാധികൾ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കാര്യമില്ല. അയാളൊരു പരാതി എഴുതി കൊടുത്താൽ തന്റെ തൊപ്പിയേറി. സാറേ, ഞാൻ കണ്ടാണ് റോഡിൽ മാല പൊട്ടിച്ചോണ്ട് ഓടണേ. എന്നെ കണ്ടിട്ട് പിന്നെ എന്തിനാ ഓടിയത്? പിന്നെ ഇത് ഇവന്റെ കയ്യിൽ കിട്ടിയാണ്. ഇവനാ? ഇവിടെ അയാൾ ഒരു വലിയൊരു വീട്ടിലുള്ള ആളാണോ? പിന്നെ ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. മാനസിക രോഗികളെ പീഡിപ്പിച്ചുള്ള ഓഫൻസ് എനിക്കറിയാലോ. അതൊന്നല്ല സാറേ, ഇവൻ കള്ളം തന്നെ, എനിക്കറിയാം. എടോ, എന്നാണോ താൻ സർവീസിൽ കയറിയത്? എന്നാണ് താൻ സർവീസിൽ കയറിയത്? സീനിയറായ ഞാൻ പറയണ താൻ തൽക്കാലം അനുസരിച്ചാൽ മതി. താൻ അപ്പുറത്ത് പോയി ഡെസ്പാച്ചിൽ പോയിട്ടെ വാറണ്ട് നടത്തിക്കാൻ നോക്ക്. പോടോ. അല്ല സാറേ, എടോ, ഇവനെ ഞാൻ കൈകാര്യം ചെയ്യോളൂ. താൻ പോടോ. തൊണ്ടി പിടിക്കാൻ നടന്നേക്കണം. ഇതൊക്കെ പൊട്ടിച്ചിട്ട് അവന്റെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്താ സാർ വിളിപ്പിച്ചേ? താനാരാ? തന്നോടാണ് ചോദിച്ചത്. താനാരാണ്? ഞാനാരാണെന്ന് സാറിന് അറിയില്ലേ? ഓഹോ, താൻ എന്നോട് തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയോ? ഞാൻ ചോദിച്ചത് താൻ ആരാണെന്നാണ്. സാർ, ഞാൻ PC ലോലിതൻ. PC ലോലിതൻ? നിന്നെ പോലുള്ളവരെ പിച്ച് ചിന്തി കളഞ്ഞാലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തന്നാവും. സാറേ, ഞാൻ എന്ത് പറ്റിയത് സാറേ? താൻ പിന്നെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങണോ? എടോ, ഈ സ്റ്റേഷന്റെ ചുമതല ആർക്കാ? സാറിന്. പിന്നല്ല ആർക്കാണ്? എന്നിട്ട് ആ മാല മോഷ്ടിപ്പുകാരനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് അത് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടതിന്? സാറേ, അത് അയാൾ കള്ളനല്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? PC പ്യാരിജാതൻ. PC പ്യാരിജാതൻ. ശരി, ആ മാല എവിടെ? മാല കൊടുത്തു. എവിടെ കൊടുത്തു? എപ്പ കൊടുത്തു? ഏത് കടയിൽ കൊടുത്തു? എത്ര കാശിന് കൊടുത്തു? ആര് കൂടെ വന്നു? എനിക്കെല്ലാം അറിയണം. സാർ ഇതൊക്കെ എന്തൊക്കെയാണ് സാർ പറയണേ? ഞാൻ അവരുടെ കൊണ്ടുപോയി കൊടുത്തില്ല. ഞാൻ അത് വിറ്റിട്ടൊന്നുമില്ല സാർ. പിന്നെ അത് അവിടെ അവരെ കൊടുത്തു, പ്യാരിജാതന്റെ. എടോ, ആ കേസ് പിടിച്ചത് താനാ. അതുകൊണ്ട് ആ മാല താൻ ഇവിടെ ഹാജരാക്കി നോക്കൂ. തന്നെ പറ്റി ഒരുപാട് പരാതികൾ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇനി അധികം താമസമൊന്നും ഉണ്ടാവില്ല. സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കാം കേട്ടോ. സാറേ, ഞാൻ മാല എടുത്തിട്ടുള്ള, ഞാൻ അവരുടെ കൊടുത്തിട്ടുമില്ല. എന്റെ മക്കളാണ് സത്യം സാറേ. തന്റെ ഈ കള്ളക്കണ്ണീരും ആണയിടലൊന്നും എന്നോട് വേണ്ട. തന്നെ ഞാൻ മുമ്പേ നോട്ടിട്ട് വെച്ചതാണ്. എടോ, തനിക്കൊരു മാസ്റ്റർ എഴുതാൻ അറിയാമോ? ഒരു റിപ്പോർട്ട് എഴുതാൻ അറിയാമോ? എന്തിന്? ഒരു പ്രതിയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വായിക്ക് രുചിയായിട്ട് 4 ചീത്ത വിളിക്കാൻ എനിക്കറിയാമോ? അറിയാം സാർ. എന്താ വിളിയടോ? എനിക്ക് വിളിക്കണോ? എന്ത് എന്ത് വിളിക്കടോ? ചീത്ത വിളിയെന്ന്. ചീത്ത വിളിക്കാൻ അറിഞ്ഞൂടെ? വിളിക്കടോ ചീത്ത. താനൊരാണാണോടോ? തനിക്ക് നട്ടല്ലുണ്ടോ? ഉണ്ടോ? തന്റെ ഈ തടിയാരത്ത് വല്ല പട്ടി കെട്ട് കൊടുക്കണോ? വന്ന് നിൽക്കുന്നു PC കൂസി എന്ന് പറഞ്ഞിട്ട്. ഡോ പ്യാരി സർ, മറ്റൊന്നോടെ വിളി. രാവിലെ കാക്കിയെല്ലാം വലിച്ചു കയറ്റി നാട്ടുകാരെ വരട്ടി കാശും പറ്റിച്ച് പോകാൻ ഞാൻ സമ്മതിക്കില്ല. പെറ്റി കേസുകൾ പരമാവധി പിടിക്കണം. തന്നോടും കൂടെ പറയുന്നത്. പിന്നെ താൻ ഇന്ന് മുതൽ ആ മണലോറ് പിടിക്കാൻ വേണ്ടി പോയാൽ മതി. ശരി സാർ, അത് മതി സാർ. അത് മതിയെന്നോ? എന്നാ താൻ പോകണ്ട, ഞാൻ പൊക്കോളാം. ശരി വിട്ടോ. ഇതാണോ
തനിക്ക് ഇന്ന് മുതൽ പകൽ പാറാവ് ഡ്യൂട്ടിയും രാത്രി നൈറ്റ് ഡ്യൂട്ടിയും. ഓക്കെ? സാറേ ഇന്നലെയും ഞാൻ പാറാവ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടിയാണ് സാർ ചെയ്തത്. താനപ്പോ ഇന്നലെ ചാപ്പാട് കയറ്റിയില്ലായിരുന്നോ? കയറ്റിയായിരുന്നു സാർ. നിർത്തണോ? ഈ ഭാഷയിലാണോ ഒരു മേലുദ്യോഗസ്ഥനോട് സംസാരിക്കുന്നത്? ആണോ? തന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ശരി കേട്ടോ. ഇങ്ങോട്ടോ. ആരാടോ തന്നെ സല്യൂട്ട് അടിക്കാൻ പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചതെന്ന്? ഗ്രൗണ്ടിലോ? സല്യൂട്ട് അടിക്കണോ? ഒരു പ്രാവശ്യം തന്നെ സല്യൂട്ട് അടിക്കൂ. ഒന്നൂടെ. ആ തിരിഞ്ഞു പോകുമ്പോ അടിച്ചുകൊണ്ടേ പോണം. ലോലിതൻ, ആ പിയൂൺ പോസ്റ്റ് ഉപേക്ഷിച്ചതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. വേദനിപ്പിച്ചവർക്കെല്ലാം ശിക്ഷ കിട്ടും, സത്യം പുറത്തു വരും. പക്ഷെ അതിന് കാലതാമസം എടുക്കും. നിങ്ങളുടെ മക്കളെ വളർത്തണ്ടേ, പഠിപ്പിക്കണ്ടേ? അതിനുവേണ്ടി നിങ്ങൾ ജോലിക്ക് പോകണം. പിന്നെ മക്കളെ ഒരിക്കലും ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് വിടരുത്. എല്ലാം ശരിയാവും.